ചിലരൊക്കെ ട്രോളുന്നുണ്ട് ഇങ്ങനെയാണ് സംബന്ധം. കാരണം ചില കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം മതം നോക്കുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ അത് ഫാൻസ് ലെവൽ നോക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ കൂട്ടമായിട്ട് ഇങ്ങനെ ആക്രമിക്കുന്നത്. മനസ്സിലായോ? അത് ഭയങ്കര തെറ്റാണ്. അതൊക്കെ മാറ്റണം. നമ്മളെ ഉള്ളിൽ ഒരു ചെറിയൊരു മതവും രാഷ്ട്രീയം എന്നൊരു വിഷം കിടപ്പുണ്ട്. അത് മാറ്റിയിട്ട് ഒരു കലയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉഗ്രം പടമായിരിക്കും ഇത്. അതിലൊരു സംശയമില്ല. അപ്പം ബാറോസിൻ്റെ ട്രെയിലറൊക്കെ കണ്ട് കുറേ ട്രോളും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായി. പക്ഷേ പടം ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. കുട്ടികൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാവുന്നതാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തനൊക്കെ കുട്ടികളുടെ പടമായിരുന്നല്ലോ. പക്ഷേ കുട്ടികൾ മാത്രം കണ്ടാൽ ആ പടം വിജയിക്കുമായിരുന്നു? ഇല്ല. അപ്പോൾ എല്ലാവരും കണ്ട പടമാണ്, അത് ഹിറ്റായി. അതുപോലെ തന്നെ ബാറോസ് എല്ലാവർക്കും കാണാൻ പറ്റിയൊരു വിഷ്വൽ ട്രീറ്റാണ്. സാധാരണ 2Dയിൽ നിന്ന് 3Dയിലേക്കാണ് കുറേ പടങ്ങൾ കൺവേർട്ട് ആയിട്ടുള്ളത്. ARM ആയെങ്കിലും അതുപോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അവർ ഈ 3D വേണ്ടുന്നിടത്ത് മാത്രമുള്ളൊരു പരിപാടിയുണ്ട്. പക്ഷേ പുള്ളി ഇതിൽ എല്ലാം പെർഫെക്ഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം 3D എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം തന്നെ 3Dയിൽ എടുക്കുക. അപ്പം ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ പരിപാടി ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫീലാണ്, ഒരു ഹോളിവുഡ് ലെവൽ ഫീൽ എന്തായാലും ഉണ്ട്. എന്തായാലും മോഹൻലാലിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മോഹൻലാലിൻ്റെ ക്രാഫ്റ്റ് എങ്ങനെ ചെയ്യണമോ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. റാദർ തന്നെ ഈ മാസിന് അപ്പീലിംഗ് ആയിട്ടായിരിക്കുമോ അല്ലെങ്കിൽ യൂത്തിന് അപ്പീലിംഗ് ആയിട്ടായിരിക്കുമോ അതൊന്നും ചിന്തിച്ചിട്ടില്ല. പുള്ളിയുടെ കഴിവ് മാക്സിമം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. എല്ലാവർക്കും കാണാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വേണ്ടിയുള്ള പടം എന്ന് വെച്ച് അതിനെ അങ്ങനെ കാണാൻ നോക്കണ്ട. എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു നല്ല പടം തന്നെയാണ്. 3D വിഷ്വൽ എഫക്റ്റ് എന്തായാലും നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഉണ്ടാവും. പിന്നെ ഈ മോഹൻലാലിനെ ഈ കുറ്റം പറയുന്നവർ ഇപ്പോൾ ഒക്കെ മോഹൻലാലിനെ എന്താണ് കണ്ണു അടച്ച് കുറ്റം പറയുന്ന ആളുകളാണ് കാണുന്നത്. ഇപ്പം അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. മതം, രാഷ്ട്രീയം, അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് മോഹൻലാലിനെ അധിക്ഷേപിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ഈ ഒരു പടത്തിനെ കാണരുത്. കുറേ ആളുകൾ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരിത് കാണുന്നുണ്ട്. കുറേ കമൻസൊക്കെ കാണാനിടയുണ്ടായി. റിവ്യൂവിൻ്റെ അടിയിലൊക്കെയുള്ള കമൻസുകളും കാണാനിടയായി. അതിലൊരു കമൻറ്റ് നമുക്ക് നോക്കാം. അപരാധമറ്റ് പീക്ക്. എന്ത് ഇത്രയും നല്ല രീതിയിൽ പടം എടുത്ത് നല്ല ഔട്ട്പുട്ടോടെ വന്നൊരു പടമാണ്. നിങ്ങൾ മോഹൻലാലിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ വളരെ വേറെ രീതിയിൽ അടിയും പിടിയും കാര്യങ്ങളൊക്കെ ആക്ഷനൊക്കെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കാം. പക്ഷേ നല്ലൊരു ക്രാഫ്റ്റ്, നല്ലൊരു വിഷ്വൽ എഫക്റ്റ്, 3D എക്സ്പീരിയൻസ്, ഇതൊക്കെ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിൽ ഒന്നും വെക്കാതെ പ്ലെയിനായിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും സന്തോഷത്തോടെ പുറത്തു വരത്തുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയുള്ള കമൻറ്റ് ഇടത്തക്ക രീതിയിൽ പടത്തിൽ യാതൊന്നും തന്നെയില്ല. നല്ല രീതിയിൽ പടം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുള്ളി ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഡയറക്ഷനുള്ള പടമാണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ തോന്നത്തില്ല. പുള്ളിയുടെ ടോപ്പ് നോച്ച് എഫേർട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഫാമിലി ആയിട്ടൊക്കെ എന്തായാലും പോയി കണ്ടിരിക്കാവുന്ന പടമാണ്. ഫാമിലി കുട്ടികളൊക്കെ പോയി കുട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം വന്നിട്ടുള്ളത്. ചിലരൊക്കെ ട്രോളുന്നുണ്ട് ഇങ്ങനെയാണ് സംബന്ധം. കാരണം ചില കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം മതം നോക്കുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ അത് ഫാൻസ് ലെവൽ നോക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ കൂട്ടമായിട്ട് ഇങ്ങനെ ആക്രമിക്കുന്നത്. മനസ്സിലായോ? അത് ഭയങ്കര തെറ്റാണ്. അതൊക്കെ മാറ്റണം. നമ്മളെ ഉള്ളിൽ ഒരു ചെറിയൊരു മതവും രാഷ്ട്രീയം എന്നൊരു വിഷം കിടപ്പുണ്ട്. അത് മാറ്റിയിട്ട് ഒരു കലയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉഗ്രം പടമായിരിക്കും ഇത്. അതിലൊരു സംശയമില്ല. എല്ലാവർക്കും കാണാം, എല്ലാവർക്കും 3Dയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാം. റാദർ ദാൻ 2Dയിൽ നിന്ന് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണുന്നതിനേക്കാളും 3Dയിൽ എടുക്കുന്നതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് അത് എന്തായാലും വന്നിട്ടുണ്ട്. കുറേ ആളുകൾ വീഡിയോ ഒക്കെ ഇട്ട് മോഹൻലാലിനെ അധിക്ഷേപിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ പടം കാണാതെ തന്നെ അവർ ചിലപ്പോൾ റിവ്യൂ ഇടും. എന്ത് പടമാണ്, ഇനി കാണാതെ തന്നെ റിവ്യൂ ഇടാൻ പറ്റും, എങ്ങനെയായിരിക്കും പടമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ ഇടുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പോഴും അത് തന്നെ പറയത്തുള്ളൂ. പക്ഷേ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയും നല്ല രീതിയിലാണ് പടം എടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. കളിയാക്കുന്നവർ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ നാലിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഡയറക്ഷനാണ്. പുള്ളി അതിൻ്റെ മാക്സിമം കൊടുത്ത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പം വെറുതെ ഒരാളെ നമ്മൾ എടുത്തിട്ട് അധിക്ഷേപിക്കാൻ പാടില്ല. വെറുതെ ചുമ്മാ കണ്ണും മൂടി അങ്ങ് അധിക്ഷേപിക്കുക, അതൊരിക്കലും പാടില്ല. അത് അധിക്ഷേപിക്കുന്നവർ ചിന്തിക്കേണ്ടതാണ്. ക്രിസ്മസ് ബാറോസ് തൂക്കി എന്ന് പറയാൻ പറ്റില്ല.
ഒരു കയ്യിൽ നമ്മുടെ മാർക്കോ നിൽക്കുന്നെങ്കിൽ മറ്റേ കയ്യിൽ ബാറോസ് നിൽക്കുന്നു. രണ്ടും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പ്രാവശ്യത്തെ ക്രിസ്മസ് എന്തായാലും നല്ല രീതിയിൽ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ ഓടുന്നുണ്ട്. അപ്പം ക്രിസ്മസ് ആഘോഷിക്കുക, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, എൻജോയ് ചെയ്യുക. മോഹൻലാലിനോട് മാത്രം എന്തിന് ഇങ്ങനെ ഒരു വിരോധം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് ഒരു 2-3 ഇയേഴ്സ് കൊണ്ടാണ് മോഹൻലാലിന് ഇത്രയും അങ്ങ് അധിക്ഷേപം, അല്ലെങ്കിൽ മോഹൻലാലിനെതിരെയുള്ള ഒരു അറ്റാക്ക്, സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു മാസ് അറ്റാക്ക് ഉണ്ടാകുന്നത്. അത് എന്തിൻ്റെ കാര്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളി എന്ത് തെറ്റ് ചെയ്തു? പുള്ളി എന്തെങ്കിലും ക്രിമിനൽ കുറ്റത്തിൽപ്പെട്ട ആളാണ്? അല്ല, പുള്ളി ഒരു സിനിമാ നടനാണ്. പുള്ളിയുടെ ആവശ്യം സിനിമ അഭിനയിക്കുക എന്നുള്ളതാണ്. പുള്ളി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചിലപ്പോൾ പലതാവാൻ, ചിലപ്പോൾ നല്ല രീതിയിൽ ഔട്ട്പുട്ട് വരാം. അപ്പം അതിനെ വിലയിരുത്തുന്നത് വരെ ഓക്കെ. അതും കടന്ന് അധിക്ഷേപം ഒക്കെ ചെയ്യുന്നത് അത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും ഈ മോഹൻലാലിലേക്ക് അധിക്ഷേപിച്ചുകൊണ്ട് നടക്കുന്നവർ അവർ വിചാരിക്കുന്ന അവരെന്തോ വലിയ മാസും കാര്യങ്ങളും ഒക്കെ ആണെന്നാണ്. ഒന്നും അല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക. പുള്ളി നിങ്ങളെയൊക്കെ എന്താണ് അത് കാണുന്ന പോലുമില്ല. നിങ്ങളുടെ പറച്ചിലും കാര്യങ്ങളൊക്കെ പുള്ളി അത് വിട്ടുകളയുകയാണ്. അപ്പം നിങ്ങൾ സ്വയം ചിന്തിക്കുകയാണ്, നിങ്ങൾ എന്തോ വലിയ പുള്ളികളാണ്, ഞാൻ എന്തോ വലിയ ആളാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളിയെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നത് തന്നെ ഇല്ല. പക്ഷേ ഈ മാസ് അറ്റാക്ക്, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മാസ് അറ്റാക്ക്, അതൊരിക്കലും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല.